പുലികളിയുടെ ആവേശമാണ്. ഇവിടെ ചായം തേക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ചിലപ്പോൾ എന്നെ കൂടി കൊണ്ടുപോകുമെന്ന് അറിയില്ല, കാരണം അത്തരത്തിലുള്ളൊരു ഷർട്ടാണ് ഞാനും ഇട്ടിരിക്കുന്നത്. ചായം തേച്ചിരുന്നില്ലേ ഉള്ളൂ, നീ എന്നെ കൂടി അവർ ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഈ ടീമിനൊപ്പമുള്ള ആളാണോ എന്ന്. എന്തായാലും ഇവിടെ ചായം തേക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. പുലികളൊക്കെ തന്നെ സെറ്റായി സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് അല്ലേ? ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വയറുള്ള പുലികൾക്കാണ് ഇവിടെ ഡിമാൻഡ്. ഈ ദിവസം മാത്രമല്ലേ നമ്മളെ ആൾക്കാർ ഇതാക്കുള്ളൂ, അല്ലെങ്കിൽ സിക്സ് പാക്കിനാണല്ലേ? ഇപ്പോഴാണ് നമ്മളെ കാണുമ്പോൾ ആർത്ത് വിളിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ചിരിക്കുക ചെയ്യുക തടി കാണുമ്പോൾ. ഈ പുലികളിക്കൊക്കെ വേണ്ടി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ നിർത്താൻ പറ്റുമോ? അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ? അല്ലല്ല, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തടി കൂടിയതാണ്. അതുവരെ തടി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ തടി കൂടി. എങ്ങനെയാണ് ഇതൊക്കെ വരച്ചു കഴിഞ്ഞപ്പോൾ? ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പറ്റണ്ട. സ്റ്റെപ്പൊക്കെ ഇനി വെച്ച് മുന്നോട്ട് പോകണ്ടേ? സ്റ്റെപ്പ് ഒന്ന് വെക്കാവോ? ഞാൻ ആദ്യമായിട്ട് നോക്കട്ടെ, കുറച്ചാള് സെറ്റായിട്ട് വേണം അല്ല പഠിക്കണം. ഇതിങ്ങനെ പുലിമുഖം കൃത്യമായി വരച്ചു ചേർക്കാൻ പറ്റുമല്ലേ വയറൊക്കെ ഉണ്ടെങ്കിൽ? അവർ കലാകാരന്മാരല്ലേ, കാലങ്ങളായിട്ടുള്ള 42 വർഷമൊക്കെ ആയിട്ടുള്ള ആൾക്കാരാ, അവരൊക്കെ സൂപ്പറായിട്ട് വരയ്ക്കും. നിങ്ങൾ മത്സരിക്കോ ഈ വയറ് കൂട് ആർക്കാണ്? അങ്ങനെ അതിന്റെ മത്സരം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എവിടെ വരെ ചേട്ടാ കാര്യങ്ങൾ? സെറ്റാണ്. വെറൈറ്റി ഒക്കെ ഉണ്ടോ ഇപ്രാവശ്യം? വരയ്ക്കണ ചേട്ടനോട് ചോദിക്കാം. എന്തായാലും വെറൈറ്റികൾ വേണ്ടേ? ഇത് മിക്സ് ചെയ്ത് വരയ്ക്കുന്നതിലാണ് വെറൈറ്റി അല്ലേ? കളറുകൾ പല കളറുകളും ഉണ്ടാവും. പിന്നെ അതിന്റെ സംഘാടക സമിതി നമ്മുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ വരെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒക്കെ നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ് നമുക്ക് ഇപ്രാവശ്യം വന്നത്. എത്ര പേരുണ്ട്? 51 പേരുണ്ട്. 51 പേരുണ്ട്. ഓരോരുത്തരും എല്ലാം തയ്യാറായി. ഇതാകണ്ട, ഇത് രാവിലെ മുതൽ തന്നെ ഈ നിറങ്ങളൊക്കെ തന്നെ റെഡിയാക്കുന്ന ഇതിലായിരുന്നു. ഇതാ ഇവിടെ മറ്റൊരു പുലിയൊക്കെ തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ വരായി ചേട്ടാ? ഫോണിലാണ് പുലി ഫോണിലാണ്. ഞാൻ നിങ്ങളുടെ ഉണ്ണിക്കണ്ണം മംഗലണ്ടാം. എന്നെ എല്ലാവരും കണ്ടിട്ടെന്ന് വിചാരിക്കണം. വിജയ് സാറിനെ കാണാൻ വേണ്ടി പോയതാണ്. എന്താ പുലിക്കളിക്ക് ഇതാ ഞാനിന്ന് തൃശ്ശൂർ എത്തിയിട്ട് സീതാറാമിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിജയണ്ണനെ കാണാൻ പോയ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീഡിയോ ഓരോന്ന് വരുന്ന കണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, എന്നെ ആരും മറക്കാണ്ടിരിക്കാനാണ്. ഗംഭീരമാണ് കാര്യങ്ങൾ ഇവിടെ. ഗംഭീരമാണ്. ഞാനിന്ന് ഈ വർഷം ഒരുപാട് ഹാപ്പിയാണ് സാറേ. എല്ലാ തവണയും വരാറുണ്ടോ? എല്ലാ തവണ വരാറില്ല, ഈ പ്രാവശ്യം വന്നത്. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടെന്ന്. അതാണ്. എങ്ങനെയുണ്ട് ഇതൊക്കെ? പുലികളിക്ക് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്താണോ? അതെ. പിന്നെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഞാൻ വലിയ വലിയ പടങ്ങൾ, ചെറിയ ചെറിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ ആള് ശരിക്കും ഒരു പുലിയാണ്. അതെ. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. അവിടെയൊക്കെ ഓരോരോ പുലികൾ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. എവിടെ വരെയായി? തുടങ്ങണോ? പുലിമട ഉഷാറായി. പുലിമട വിറപ്പിക്കുന്നു. വിറപ്പിക്കും ഞങ്ങൾ. അപ്പോൾ എത്ര പുലികൾ ഇറങ്ങും? 7 ടീമിൽ 51 പേര് വെച്ച് എത്ര പുലികളുണ്ടാവും? 304 സംതിങ്. ഇത്രയും പുലി വിറപ്പിക്കും നാടിനെ. തൃശ്ശൂര് വിറപ്പിക്കും ഞങ്ങള്. പക്ഷെ കപ്പടിക്കോ? അപ്പടിക്കും. ഞങ്ങൾ തന്നെ എടുക്കും. ചുവടുകളൊക്കെ എങ്ങനെ? ഞാൻ 4 കൊല്ലായി, 4-5 കൊല്ലായി. അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടോ? ഉണ്ട്. 2 സ്റ്റെപ്പ് അയ്യോ, ചെയ്തോണ്ടിരിക്കുക അല്ലേ? ഇത് കഴിയുമ്പോഴായിരിക്കും. എന്തായാലും അത്തരം കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നോണ്ടിരിക്കുന്നത്. ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരമണി കുലുക്കി, കുംഭകുലുക്കി അവർ നാടിനെ വിറപ്പിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. കലാകാരന്മാരൊക്കെ തന്നെ ചായം തേച്ച് അവർക്ക് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. 7 ടീമുകളാണ് ഇപ്രാവശ്യം ഈ പുലികളിയിൽ മാറ്റിവെക്കുന്നത്. അത്തരം 7 ടീമുകളിൽ നിന്നായി ഓരോ ടീമിൽ 51ഓളം പുലികൾ, കുട്ടിപ്പുലികളൊക്കെ ഉണ്ട്. കുട്ടിപ്പുലികളെ ഒന്നും കണ്ടില്ലല്ലോ കേട്ടോ ഇവിടെ. എല്ലാവരും മുതിർന്ന പുലി. അവിടെയുണ്ട്. കുട്ടിപ്പുലികളൊക്കെ വരുമോ? വരും. വേറെ ആരൊക്കെ ഉണ്ട്? എവിടെ വരെ ചേട്ടാ വരക്കലൊക്കെ എവിടെ വരെ? ഫേസ് വരയ്ക്കണ്ട അവിടെ കോട്ടിങ്ങോടെ അടിച്ചോണ്ടിരിക്കുന്നു. ഓരോ പലതരത്തിലുള്ള നിറങ്ങളാണല്ലോ. ഉണ്ട്. നിറങ്ങളിലാണല്ലേ ഏറ്റവും? അല്ല, നാടനാണ് ആദ്യം. ഒരു 30 നാടൻ പുല്ല്. അത് കഴിഞ്ഞ് പിന്നെ ചുവപ്പ്, പിങ്ക്, നീല, സിൽവറൊക്കെ ഉണ്ട്. ശരി. ആദ്യം ഷേവ് ചെയ്ത ശേഷം എന്തെങ്കിലും തേക്കോ? അങ്ങനെയാണോ? എന്നിട്ടാണോ ചെയ്യുന്നത്? വെളിച്ചെണ്ണ വരട്ടാറുണ്ട്. ഇട്ടാലിട്ടില്ലെങ്കിലും പിന്നെ ബാക്കി ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ ഈ ഒരു നിറമാതിരിക്കാൻ പലർക്കും പലതരത്തിലുള്ള നിറങ്ങളാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതോ അവർ പറയുന്ന നിറമാണോ അടിച്ചു? അല്ലല്ല, ഞങ്ങൾ കമ്മിറ്റിക്കാരെ അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇത്ര നാടാൻ അതിൽ
പുലിപ്പുലി ഇത്ര എണ്ണം വേണമെന്ന് പറയും. അതിനനുസരിച്ച് നാലാവണമാണ്. എന്തായാലും തൃശ്ശൂരിനെ വിറപ്പിക്കാൻ പുലിക്കൂട്ടങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. നാടും നഗരവും ഒക്കെ തന്നെ കാഴ്ചകളൊക്കെ തന്നെ ഇവിടേക്കായിരിക്കും. എന്തായാലും അത്തരം ആവേശകരമായിട്ടുള്ള കാഴ്ചകൾ വരും മണിക്കൂറിൽ നമുക്ക് കാണാം.